മോനേടാ 20,000 രൂപ ചിന്നുവിന് അയച്ചു കൊടുക്കടാ. അവക്കിപ്പോ എന്തിന് പൈസ? അതെ, അവക്ക് പെട്ടെന്നൊരു അത്യാവശ്യം നമ്മളോടല്ലേ സഹായിക്കാൻ പറ്റും. നീ തേങ്ങ അയച്ചു കൊടുത്താണ്. ഇല്ല, കൊടുക്കാൻ പറ്റൂല. അവക്ക് വേണ്ടിട്ട് വാങ്ങിച്ച കട മാത്രം ഉണ്ട് 2,00,000 രൂപ. പിന്നെ അവളെ ഭർത്താവിന് എന്താ തോന്നി? അനിയ നിന്റെ അടുത്താണോ ചോദിച്ചത്? എന്റെ മോന്റെ അടുത്തല്ലേ ചോദിച്ചത്? നമ്മളെ വീട്ടുകാർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ എന്താ അഭിപ്രായം പറയാൻ പറഞ്ഞ? ഞാൻ നിങ്ങളെ മോന്റെ ഭാര്യ ആയതുകൊണ്ട്. എന്റെ മോനായിട്ടല്ലേ നിന്റെ ഭർത്താവായി. അതുകൊണ്ട് നിങ്ങളെ മോൻ തോന്നിയ കറവ് പശുവാ ഊറ്റി ഊറ്റി പിഴിഞ്ഞെടുക്കാൻ. ഓ, ഊറ്റി പിഴിഞ്ഞെടുത്തു പോലും. അതിനെ നിന്റെ ഈ ഭർത്താവ് കുടുംബത്തിന് വേണ്ടി എന്തോന്നും ചെയ്ത് അറിയായിരുന്നു. എന്നെങ്കിലും അമ്മയുടെ വായുന്നത് കേൾക്കോന്ന് എനിക്കറിയായിരുന്നു. കാടക്കണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കണക്ക്. അപ്പൊ നീ കുടുംബത്തിന് വേണ്ടി ചെയ്തതിനൊക്കെ കണക്ക് വെച്ചിട്ടുണ്ടല്ലേ? ഓ ഉണ്ട്, കണക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ചെലവാക്കിയ ഓരോ രൂപയ്ക്കും ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദിവസം വരണമെന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അന്നിങ്ങനെ പഴം പിഴിയണക്ക് നിൽക്കാതിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ ജോലിക്ക് വേണ്ടി അന്ന് തൊട്ടുള്ള എല്ലാ കണക്കും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൊടുക്കുന്നവർ കൊടുത്തോണ്ടും ഇരിക്കും, വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോണ്ടും ഇരിക്കും. പറയണ മന്ത്രം അല്ലാതെ തേരി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മോളെ ജീവിപ്പിക്കാൻ വേണ്ടിട്ട് മോനെ മുടിപ്പിക്കാൻ നടക്കണം തൊള്ള. നമുക്ക് ജീവിക്കണ്ടേ? എങ്കോതെ ചൊണോണ്ടില്ലേ? ഓ അങ്ങനെ തന്നെ. ഞാൻ അമ്മയെ കണ്ടല്ലേ വളർന്നത്.